ഹലോ ഹായ് ഗൈസ്. ഇന്ന് നമ്മുടെ രാജറംജിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത് കേട്ടോ. ഇതാ ഈ ഒരു ഗ്ലാസ്സിന് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇത് നല്ല നമുക്കൊന്ന് പൊടിക്കട്ടോ. പൊടിച്ചെടുക്കാം. ഓക്കെ, ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇതേ ക്ലാസ്സിൽ തന്നെ നമുക്ക് മൈദപ്പൊടി എടുക്കണം, അതുപോലെ കൊക്കോ പൗഡർ എടുക്കണം. ഇത് കണ്ടോ, മൈദപ്പൊടി കാട്ടി. ഓക്കെ, അത് കുഴപ്പമില്ല, കേട്ടോട്ടെ. ഇങ്ങനെ മൈദപ്പൊടി ഈ ഗ്ലാസ്സിൽ തന്നെ എടുക്കണ്ടിട്ട് ഞാൻ 4 മുട്ട എടുക്കുന്നുണ്ട്. 4 മുട്ടൻ്റെ ആവശ്യമൊന്നും ഇല്ല, ശരിക്കും 3 മുട്ടൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ 4 മുട്ട എടുത്താൽ നമ്മൾ ഇത് ഒന്നും കൂടെ പൊന്തികാണ്ട് പോരുട്ടോ. പിന്നെ കൊക്കോ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. കൊക്കോ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൊക്കോ പൗഡർ പുതിയത് അപ്പോൾ പകുതി ഇത്രയും മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ ആ പഞ്ചസാര ആവുന്ന അതേ പാത്രമാണ് കേട്ടോ. ബാക്കി ഞാൻ കൊക്കോ പൗഡർ ഫില്ല് ചെയ്യാണ് കേട്ടോ. കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ചോക്ലേറ്റിൻ്റെ പോലെ കേട്ടോ. അപ്പം നമ്മൾ ചോക്ലേറ്റ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിക്കാറിട്ടത് ഇത്രയും കൊക്കോ പൗഡറും എടുത്തതിന്. ഇനി ഇത് നല്ലോണം തെച്ചെടുക്കുക കേട്ടോ. തെച്ചെടുക്കാം. കരപ്പൻ്റെ ഭംഗി നോക്കണ്ട, അതാണ് തെച്ചെടുക്കുക കേട്ടോ. ഇത് എന്തിനാ വെച്ചാൽ നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം മിക്സ് ആവാം. ഇത് കുളമായാലും നന്നായാലും ഞാനിത് പോസ്റ്റ് ചെയ്യും. അത് നിൽക്കുന്നുണ്ട്. ഞാനിത് നല്ലോണം തരിച്ചെടുക്കണം. ഏകദേശം തരിച്ച് കഴിഞ്ഞിട്ടോ. ഇതെന്താ വെച്ചാൽ ഇതിൽ തരിയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തരി പോലും ചെയ്യും. പിന്നെ ഇതെന്തിനാ വെച്ചാൽ ഒന്നാമത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മാറ്റണ്ട. അപ്പോൾ ആക്ച്വലി ഈ പാത്രത്തേക്ക് തരിച്ചണ്ടിയുണ്ട്. ഇതിന് ലേശം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അതേ വെച്ചു. നമുക്ക് ഇതിലാണ് കേട്ടോ മിക്സ് ചെയ്യണ്ടേ. അത് ഞാൻ ആദ്യം ഇതാക്കിയിട്ടൊന്ന് ചുഴറ്റിക്കാണ്ട് കൊണ്ടുവരാം. മുട്ടയാണ് കേട്ടോ. മുട്ട 1 കഷ്ണം പൊരിച്ചു. അത്ര പോസ് വേണ്ട. അപ്പോൾ 2 3 4 ഓക്കെ. 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്ത് കുറച്ച് ഇത് ഒന്നിങ്ങനെ ആയതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ച് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ, ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്താൽ കിട്ടുമോ, അല്ലെങ്കിൽ അത് മൂക്കൊക്കെ പാറും. ഓക്കെ, ഇനി നല്ലോണം ഗ്രൈൻഡ് ചെയ്യണം. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി
ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഇതായിരിക്കും. കാരണം ഹസ്ബൻഡാണ് തിരിച്ചു വരുന്നത്. ഇതിപ്പോൾ ഏകദേശം അയക്കണം കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം അല്ല ഫുൾ തന്നെ അയക്കണേ. അപ്പം ഇത്ര മതി. പിന്നെ അപ്പം നമ്മൾ ഇത് ഇവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്കുള്ള പരിപാടി എന്താ വെച്ചാൽ നമ്മളെ ഓവണ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിക്ക് മിക്സ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്താൽ അത് റെഡിയാവും. ഇപ്പം നമ്മൾ ഇതിവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കത് അതിലേക്ക് കൊടുക്കണം. അപ്പം അതിൻ്റെ ചുറ്റും അത് റെഡി ആവട്ടെ. ഇതാ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓവൺ നമുക്ക് ഫസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ടെമ്പറേച്ചർ ഒരു 160 150 120 കൊടുത്താൽ മതി. പിന്നെ 150 കൊടുക്കുന്നുണ്ട്. പിന്നെ കോയിൽ 2 കോയിലും ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മൊത്തത്തിൽ ഞാൻ 30 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്കത് സെറ്റായി ഇതൊന്ന് ഹീറ്റ് ആവാൻ ഒരു 5 മിനിറ്റ് സമയം കൊടുക്കാം കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്യണം. ഇതിലുള്ള മുഴുവൻ എടുത്തോളൂ കേട്ടോ. ഓക്കെ, അതിലൊന്നും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഇതുണ്ടല്ലോ, കൊക്കോ പൗഡറും പിന്നെന്താ മൈദപ്പൊടിൻ്റെയും മിക്സ് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ കൊടുക്കണം. പഞ്ചസാര നമ്മൾ അടിച്ചില്ലേ? അല്ലേ, നമ്മൾ ഇതിൽ പഞ്ചസാര അടിച്ചില്ലേ? പഞ്ചസാര അങ്ങനെ വെക്കുക. പിന്നെ ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യട്ടോ. 4 മുട്ടൻ്റെ ആവശ്യമില്ലേ? ഒരു 3 മുട്ട മതി. കുഴപ്പമില്ല, കുറച്ചും കൂടി ഇറച്ചിയായിട്ട് നിന്നോളൂ. ഇത് നല്ലോണം ഇളക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും മുട്ട കൂടുതലുണ്ടായാലേ. പിന്നെ നമുക്കില്ലേ ഇതിൽ ബേക്കിംഗ് പൗഡറിൻ്റെ അല്ലെങ്കിൽ പിന്നെ ബേക്കിംഗ് സോഡൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ 4 മുട്ട എടുക്കണമെങ്കിൽ സാധാരണ മുട്ട ഇതാവുമ്പോൾ എന്താണ് താനെ പൊന്തികാണ്ട് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, ഇനി ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിലേ ഒരു സ്വല്പം മറ്റേത് എടുക്കുക. ഏത് ബേക്കിംഗ് സോഡ എടുക്കുക. നമ്മുടെ മറ്റേ അപ്പ സോഡ ഒക്കെ ഇല്ലേ, അത് കേട്ടോ. അതൊരു നുള്ളെടുത്തിട്ട് അതിലോട്ട് ഒരു തുള്ളി സുറുക്കി ഒഴിച്ചിക്കാണ്ട് അത് അതിക്ക് നമ്മൾ പാർന്നു കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് പൊന്തികാണ്ട് വരും. ഞാൻ ഈ ഒരു മോൾഡിലാണ് പാരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിലാണ് പാരേണ്ടത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നുണ്ട്, നല്ലോണം തോത്തിയിട്ട് പിന്നെ ഇതിൽ ഒരു നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തടവി കൊടുക്കുക. ഞാൻ ഇത് നല്ലോണം എണ്ണ തൂവിക്കാണ്ട് കൊണ്ടുവന്നു കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അതിലേറെ വലുതും ഉണ്ട്. പിന്നെ ഇതെടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിന് ഇപ്പുറത്തുനിന്ന് വീഡിയോ എടുത്തോക്കണേ. കുറച്ചും കൂടി ഇതുണ്ടാവും കാണി അപ്പുറത്തേക്ക് കേട്ടോ. അതേപോലെ കാരണം എഡിറ്റ് ചെയ്യാനുള്ള കഴിയില്ല. നമ്മൾ ഇതാക്കിട്ടോ സംഭവത്തിൽ പൊന്തിക്കാണ്ട് വരും നല്ലോണം. ഇത് നമ്മൾ ഒന്നിങ്ങനെ തട്ടി കൊടുക്കട്ടോ. ഇതിട്ട് ഹെയർ ഒക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ പോവാൻ. അപ്പോൾ ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനാണ്. ഞാനിത് ഓഫാക്കിയാണ്ട് ഇതൊന്ന് തുറക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റ് ചെയ്തു ഇതാ. എന്നിട്ട് നമ്മളത് ഇതാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മളെ സമയമാകുമ്പോൾ എടുക്കുക. അത് സമയമാകുമ്പോൾ ബെല്ലടിച്ചു, അപ്പം നമുക്ക് എടുത്താൽ മതി. രാജറംജിക്ക് വരുമ്പോഴത്തേനൊരു സർപ്രൈസ് കൊടുക്കാതിരിക്കാനാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വാനില എസൻസ് ഒഴിച്ചണം കരുതിയിരുന്നു കേട്ടോ. അത് അവിടെ കിടക്കണോ, ഒഴിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഒഴിച്ചുകൊണ്ട് ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ പിന്നെ എന്താ സുർക്കയും ബേക്കിംഗ് പൗഡറും കൂടി ഇടാൻ കരുതല്ല, സോറി ബേക്കിംഗ് സോഡയും കൂടി ഇടാതിരിക്കാണ്ട് സുർക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അതും ചെയ്തില്ല. കുഴപ്പമില്ല, നമുക്ക് 4 മുട്ടയില്ലേ, അതുകൊണ്ട് പൊന്തുമായിരിക്കും. അപ്പോൾ എന്തായാലും കുളമായാലും നല്ലതായാലും ഞാനിത് ഇതിൽ പോസ്റ്റ് ചെയ്യും ഉറപ്പ്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ?
ഞാൻ ഇത് പ്രീറ്റ് ചെയ്യാൻ വെച്ച് വേണ്ടത് തുറക്കാൻ വേണ്ടിയിട്ട് ഇത് ഓഫാക്കിന് കേട്ടോ. അതിൻ്റെ സ്വിച്ച് ഇവിടെ ഓഫാക്കിയിട്ടില്ലേ. എന്നിട്ട് ഞാൻ തേക്കാണ്ട് ഞാൻ തുടക്കാണ്ടായിരുന്നു. അപ്പം തുടക്കാനൊക്കെ പോയി വന്നപ്പോൾ ഉണ്ട് ഇതിങ്ങനെ ടിക് 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 കാരണം ഒച്ച ഉണ്ട് എന്നല്ലാതെ ഇത് കത്തുന്നില്ല. ഈ ലൈറ്റ് ഉണ്ടല്ലോ കത്തുന്നില്ല. എൻ്റെ ഇപ്പം ഇത് കറണ്ട് പോയി എഴുതി കണ്ട് നോക്കുമ്പോൾ ട്യൂബ് കത്തുന്നുണ്ട്, ഇത് കത്തുന്നില്ല. അപ്പം നോക്കുമ്പോൾ എന്താണ് സ്വിച്ച് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് മറവിൻ്റെ പീക്ക് ലെവൽ എന്ന് പറയില്ലേ, ആ ഒരു സംഭവം. അപ്പോൾ ഇത് നന്നാവാത്തതും എൻ്റെ രാജറംസിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഓൽക്ക് ഒരു സർപ്രൈസ് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഉമ്മാൻ്റെ മറവൊന്നും ഇപ്പോൾ ഓവൻ അറിയില്ലല്ലോ. എന്തായാലും ഇട്ടെടുത്തോളൂ. 100,000 കാര്യങ്ങളാണ് തലയിൽ, അതുകൊണ്ടായിരിക്കും മറവി അതൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ മറവിക്ക് ആർക്കെങ്കിലും ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേ ഓഫ് വയ്ക്കണം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്താണ് അവസ്ഥ. ആയിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൂടി ഹീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. സംഭവം കണ്ടിട്ട് വന്നോളൂ, പക്ഷെ ഇത് കണ്ടിട്ടായിട്ടില്ല, ഉള്ളിൽ വന്നിട്ടില്ല. അപ്പം നമുക്ക് ഒന്നും കൂടി ഇതാവാൻ വെക്കട്ടോ. ഓക്കെ, ഇത് കണ്ടിട്ടായിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കുത്തി വെക്കാം, മറ്റേ പപ്പട പോലെ ഇട്ടു. അപ്പോൾ ഇതായിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാറിയോ, ഒന്നും കൂടി ഇതൊന്ന് ഇതിലേക്ക് തള്ളിക്കാണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തരാൻ ആരുമില്ല. ഇപ്പം എങ്ങനെ അതിൻ്റെ ഉള്ളിൽ തള്ളിയിട്ടേ നമുക്കിതൊന്നും കൂടി ഹീറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഒരു 10 മിനിറ്റും കൂടി കൊടുക്കണം എന്നെങ്കിലും ആവുള്ളൂ. പക്ഷെ എന്താ പറയുക, 120ക്ക് പോയാൽ മതി. ഓക്കെ, 120ക്ക് ചൂട് പോയാൽ മതി. എന്നിട്ടൊരു 10 മിനിറ്റ് കൂടി കൊടുക്കട്ടോ. കാരണം അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിയാൻ ചാൻസ് ഉണ്ട്. അതിന് മുകൾ ഭാഗം ഇപ്പം തന്നെ നെരിവ് വന്നിക്കണം. അപ്പോൾ നമുക്കൊരു 120ക്ക് ഒരു 120 കൊടുത്തത് ഒരു 10 മിനിറ്റ് കൊടുത്തോ മതി. നമുക്ക് കുളിക്കട്ട പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് പണി ചെയ്യില്ല. നമ്മൾ ഞാൻ അടിയിലൊന്ന് കുത്തി കൊടുത്തില്ലേ, ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിലായാലും അങ്ങനെ വിട്ട് പോകണം. ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടൊക്കെ അറിയുന്നുണ്ട്. ഞാൻ വിളിച്ചാൻ പോയി അന്നേരം സോഫ്റ്റ് ചൂടാറിയാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഇവിടെ ഇങ്ങനെ അമർത്തിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മുറിച്ചേക്കട്ടെ. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം കൊടുക്കാം. എൻ്റെ പകുതിക്കുന്നൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. കത്തിമ്മൽ രസം എണ്ണ ഇട്ടിട്ടുണ്ടോ? ഈ കത്തി ഓൺലൈനാണ് കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇതും ഇതാണ്. ഇത് ഓവനിലും എയർ ഫ്രയറിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഭയങ്കര സോഫ്റ്റാണ്. വിപ്പിംഗ് ക്രീം ഇതാ ചൂടാറാൻ വേണ്ടിയിട്ടാട്ടോ. വിപ്പിംഗ് ക്രീം തേച്ചിട്ട് കാണിക്കുന്നത്. വിപ്പിംഗ് ക്രീം തേക്കുന്നത് ചൂടാറാൻ വേണ്ടിയിട്ട് മതി. നമുക്ക് ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ക്യാമറമാനൊക്കെ പോയിക്കോളൂ. പിന്നെ നമുക്ക് ഒറ്റക്ക് സ്റ്റാൻഡിമൊക്കെ വെച്ചുകൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഇല്ലേ
ഫ്രീസറിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അത് തണുപ്പിച്ചിട്ടാലേ നല്ല സുഖമായിട്ട് ഇപ്പം ചെയ്തെടുക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് കട്ടിയാകും. ഇനി ഇതെന്താ അവസ്ഥ അറിയില്ല. ഞാനത് ചെയ്യാൻ മറന്നു പോയി കുളിച്ചാൻ. അപ്പം ഇനി നമുക്കിത് വിപ്പിംഗ് ക്രീം ഒന്ന് പൊട്ടിച്ചിട്ടാണ്ട് ഇതിലേക്ക് പാർന്ന് കൊടുക്കട്ടോ. അത് ചെറിയ ഇതാണ്. ഏതാണ് വിപ്പ് അങ്ങനെ വിപ്പ് ടോപ്പിംഗ് ഗോൾഡാണ് കേട്ടോ. അതിൻ്റെ കുറച്ചെണ്ണം മതിയാകും. പിന്നെ എല്ലാതും പിന്നെന്താന്ന് എഴുതിയിട്ടാണ് മതി. ഇത് നമുക്ക് മാങ്ങുന്നുണ്ട് വെച്ചെങ്കിൽ പിന്നെ എടുക്കാം ചെയ്തൊക്കെ നമുക്ക് തന്നെ ഇതാക്കി കുറേ കാലമായിക്കണ് ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം അതിൻ്റെ ഒരു ഇതെന്തായാലും ഉണ്ട്. ഇത് വിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കുറേ നേരമാവില്ലെങ്കിൽ ഇത് ആയിട്ട് കേട്ടോ. ഇത് നല്ലോണം കട്ടിയാവും. അതുകൂടെ ഒന്ന് നോക്കണം. ഞാൻ ഇതാവാനിട്ടേ ഐസിൻ്റെ നേരെ ഒന്ന് വെച്ച് കൊടുത്താൽ ചിലപ്പോൾ തണുപ്പുണ്ടെന്ന് പെട്ടെന്ന് ആവട്ടെ. നോക്കട്ടെ. കണ്ടോ, ഈ ഒരു ഇത് വരണം. ഒന്നും കൂടി ആവണത് ഇത്. അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി വേണം. അതായത് ഇങ്ങനെ ലൂസാവാൻ പാടില്ല. നമുക്കിത് സെറ്റ് ചെയ്യട്ടോ. വേഗം സെറ്റ് ചെയ്യണം. എനിക്ക് ക്ലാസ് ഉണ്ട്. പിന്നെ ഒരു വരാനിരിക്കണം. അപ്പോഴത്തിന് മുഴുവനാക്കണത്. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് വെക്കുന്നത്. ഓക്കെ, ചൊക്കൊന്നും നോക്കാൻ നേരമില്ല. ഓക്കെ, പിന്നൊരു ബ്ലാക്ക്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ബേസ് കൊണ്ടിട്ടോ. സംഭവം കാണാതിരിക്കുന്നില്ലെങ്കിലും തിന്നാൻ അടിപൊളി വരും. അതും കുഴപ്പമാണ്. കാരണം അതിൻ്റെ ഈ മറ്റേ കേക്കിൻ്റെ തന്നെ ഞാൻ തിന്ന് നോക്കുമ്പോൾ നല്ല രണ്ടത്ത് മുകളിലത്തെ ഭാഗമാണ് കേട്ടോ. നമ്മൾ കുറച്ച് കൈയിട്ട് പോയി തിന്നൊക്കെ ചെയ്തേക്കണം. അത് ഇങ്ങനെ വെക്കാം. എന്നിട്ട് വറക്കാനത് കൊടുക്കാം. ഒന്നാമത് നല്ലോണം ഈ ഇതില്ലേ നമ്മൾ മുട്ടൻ്റെ ആ ബേസ് ഉണ്ടല്ലോ, അതിക്ക് പിന്നെ ഇന്നത് ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് കുറേ സമയം നമ്മൾ ഇളക്കാൻ പാടില്ല. മൈദപ്പൊടി എന്തുട്ട് കണ്ട് നമുക്കത് ഇങ്ങനെ സെറ്റ് ചെയ്യാം. കുറച്ച് തോനെ എടുത്തോളൂ കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കണ്ടില്ല, ചെറിയ പാക്കാണ്, ഗോൾഡിൻ്റെ ചെറിയ പാക്കാണ് കേട്ടോ. അതിൻ്റെ പകുതിയെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിനൊരു പ്രശ്നമുണ്ട്, നല്ലോണം ഇത് ചെയ്യണം, ബീറ്റ് ചെയ്യണം, എന്നെങ്കിൽ അത് ഇങ്ങോട്ട് കട്ടായി വരുള്ളൂ. അതിനുള്ള ടൈം എനിക്കില്ല. കുറേയൊക്കെ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഇത് തന്നെയാണ് അങ്ങനെ കണ്ടോ. അങ്ങനെ ഇതാക്കിയാൽ ഒഴുകി വരില്ല. അങ്ങനെ കട്ടിയിൽ തന്നെയാണ് നിൽക്കേണ്ടതൊക്കെ. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊരു രസമല്ലേ, അത്ര ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ പുറത്തേക്ക് ഒന്നും കൊടുക്കാനോ ആരും ജഡ്ജ് ചെയ്യാനോ ഒന്നുമില്ല. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തിന്നാനുള്ള
ഇതിപ്പോൾ ഒരു വന്നാലിപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു 2-3 മണിക്കൂർ കൊണ്ട് എടുത്ത പരിപാടി. അപ്പോൾ ആ മിനിറ്റും കൂടി വേണ്ട ഒരു ഉള്ളിപ്പോലത്തെ ഇത് മുഴുവനാക്കണമെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം വേണ്ടാത്ത മുതൽ ഇടാതെ വെക്കണം അത്രത്തോളം നല്ലത്. ഈ ക്രീം നല്ല രസമുണ്ട് കേട്ടോ, ഒരു മടുപ്പില്ലാത്തൊരു ക്രീം. എൻ്റെ അടുത്ത് കേക്കിൻ്റെ അതൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ആകെ വെച്ച് തേമ്പി എന്ന് വിചാരിക്കരുത്. നമുക്ക് ഈ കത്തി കൊണ്ട് വേണ്ട, മറ്റേ കത്തി എടുക്കാം. ഈ കത്തി, അതേപോലെ ഈ കത്തി, പിന്നെ അതിൻ്റെ ഒപ്പം ഒരു കത്തിയും കൂടി ഉണ്ട് കേട്ടോ. അതും ഒക്കെ ഒപ്പം കിട്ടിയതാണ്. ഓൺലൈനിലാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഇതിലുണ്ടാവും. ടാഗ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ കിട്ടും. ഏകദേശം ഒരു പെർഫെക്ഷൻ അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പോൾ മുഴുവനായിട്ടും ഒന്നുമില്ല. ആ പകുതി എടുത്തില്ല, എന്നെ പകുതി ബാക്കിയാണ് അതിൻ്റെ ക്രീം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വെക്കുമ്പോൾ പിന്നെ ഒരുപാട് ക്രീം നമ്മൾ കുത്തി കയറ്റുന്ന കരുതിയിട്ടാണ് ഒക്കെ ആ പടൻ്റെ ഉള്ളിൽ കാക്കും, ഒന്നും ഒഴിവാക്കൂല. അതാണ് പ്രശ്നം. അപ്പോൾ അത് കുട്ടികൾക്ക് കേടേ കയറും. ഇപ്പോൾ ഈ കേക്കിൻ്റെ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ട് നല്ല വേണം. എത്ര മതി കേട്ടോ. ഇനിയിപ്പോൾ ഒരു അലങ്കാരത്തിന് എന്തെങ്കിലും വേണോ, അനാവശ്യത്തിന് അതുപോലെ കൈ കൊണ്ടൊന്ന് ലേസം റെഡിയാക്കി കൊടുക്കട്ടോ. നമുക്ക് ചൊറുക്കിന് വേണമെങ്കിലേ ഒരു അപ്പൂപ്പൻ താടിയാക്കി ഒരു അപ്പൂപ്പൻ്റെ പോലെ കേക്ക് ചെയ്താലും. അപ്പോൾ 2 അണ്ടിപ്പരിപ്പുണ്ട്. അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെക്കണം. പിന്നെ ഇങ്ങനെ കേട്ടോ, ഒരു പുരികത്തിൻ്റെ പോലെ തോന്നുന്നത്. നമുക്കൊരു ചെറിയത് വേണം, ഒരു ഉണ്ട കണ്ണും കൊടുക്കാം. മുന്തിരി കേട്ടോ. പിന്നെ അടുത്ത കണ്ണ് വേണ്ടേ, ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടോ. ഓക്കെ, കണ്ണ്. ഇനിയിപ്പം മൂക്കിന് കണ്ട കൊടുക്കുക. മൂക്കിന് കുറച്ച് വലിയ അണ്ടി കൊടുക്കണം. നമുക്ക് ക്രിയേറ്റിവിറ്റി തന്നെ. ഇങ്ങോട്ടാണല്ലോ തിരിഞ്ഞിക്കണ്ടേ, അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞിക്കണ്ടേ. എല്ലാവരും മുക്കും ഇങ്ങോട്ടല്ലേ കാരണം ഇങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ഈ ചുണ്ടാണ്, ചുണ്ട് ചിരിക്കാം. ഓക്കെ, വാവ്. അപ്പോൾ ഓക്കെ, ശരി, ബൈ, താങ്ക് യു. എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ.